എറണാകുളം പിറവത്ത് നിന്ന് കാണാതായ +2 വിദ്യാർത്ഥിക്കായി തിരച്ചിൽ തുടരുന്നു. ഓണക്കൂർ സ്വദേശി അർജുൻ രഘുവിനെയാണ് കാണാതായത്. ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് പോയ വിദ്യാർത്ഥി ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല. ആൻമരിയ സണ്ണി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആൻമരിയ, ഈ പോലീസ് അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്? ആൻമരിയ, ഉന്മേഷ്, ഈ കൃത്യമായിട്ടുള്ള തെളിവുകൾ, അതായത് അർജുൻ രഘുവിന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ കൂടുതലായിട്ട് അർജുനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങളും പിന്നെ അർജുനെ കണ്ടു എന്ന് പറയുന്ന ആളുകളുടെ മൊഴിയും ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുൻ അവിടെ നിന്ന് ഒരു പിറവം പേപ്പതി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 5:50, 5:45 ഈ ഒരു സമയത്ത് അർജുൻ അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് ബസ്സിലെ കണ്ടക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം അത് നടക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഭാഗത്തേക്ക്, അതായത് ഈ പേപ്പതി എന്ന് പറയുന്ന ഭാഗത്ത് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഈ അർജുന്റെ കുടുംബക്കാരും അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും പോലീസുകാരും എല്ലാവരും ചേർന്നുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. പക്ഷേ അവിടെയും കൃത്യമായിട്ടുള്ള ഒരു സൂചന എവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. അർജുൻ പോകാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലെല്ലാം അന്വേഷിക്കുന്നു. പക്ഷെ അപ്പോഴും അർജുന്റേതായിട്ടുള്ള ഒരു CCTV ആ ഒരു ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മൊഴി അത് കൃത്യമായിട്ട് പോലീസ് ചിലപ്പോൾ ആൾക്ക് മാറിയതായിരിക്കാം എന്നൊരു രീതിയിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഉന്മേഷ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ശരി, ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.